എഴുപുന്ന വല്ലേത്തോട്ടിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചു. ആദരം സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റും നേരറിവ് സാമൂഹിക സാംസ്കാരിക സംഘടനയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുപുന്ന വല്ലത്തോടുള്ള നേരറിവ് സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ഓഫീസിലാണ് പഠനോപകരണ വിതരണം അനുമോദന സമ്മേളനം നടന്നത്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പ്രദേശത്തെ മിടുക്കരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ഹൈസ്കൂൾ +1, +2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഇതോടൊപ്പം നടന്നു. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠന ചെലവുകൾക്ക് ഒരു കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. നേരറിവ് സംഘടനയുടെ പ്രസിഡന്റ് K. പ്രതാപൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാട് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, ജനങ്ങളുടെ കയ്യിലെ നികുതി പണം എങ്ങനെ അത് നമ്മുടെ മറ്റുള്ളവരുടെ കയ്യിൽ എത്തിക്കാം എന്ന് ചിന്തിക്കുക, അതിന് ലാഭം വയ്ക്കാം, അതായത് എനിക്കെന്ത് കിട്ടും എന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഒരു വശത്ത്, മറുവശത്ത് എന്റെ സമൂഹത്തിൽ എന്നെ വളർത്തി വലുതാക്കി ഞാൻ പഠിച്ച ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം തന്നത് എന്റെ നാട്ടിലെ ജനങ്ങളാണ്. എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, ഈ സമൂഹത്തിലെ ജനങ്ങളാണ്. അവരുടെ നികുതി പണം സംരക്ഷിക്കണം, അവരുടെ വിദ്യാഭ്യാസം, സംസ്കാരം, ഭാഷ, മതങ്ങൾ അവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് എന്റെ മക്കളെ പോലെ കണ്ടുകൊണ്ട് 140 കോടി ജനങ്ങളെയും കാണാൻ മനസ്സുള്ളവരാക്കി പുതിയ വിദ്യാഭ്യാസ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉത്തരവാദിത്തമാണ് ആദരം സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നത്. കുത്തിയതോട് പോലീസ് SI ലിജിമോൾ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പഠനോപകരണ വിതരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളുടെ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മൾ ഇന്ന് വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും ആണ് നമ്മൾ ഭാവിയിൽ എങ്ങനെയായി തീരണമെന്ന് ആക്കുന്നത്. ആദരം സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി OC വക്കച്ചൻ മുഖ്യാതിഥിയായിരുന്നു. ലൈജു പയ്യമ്പള്ളി, സത്യൻ NP തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുഞ്ഞച്ചൻ AJ സ്വാഗതവും മിനിമോൾ MD കൃതജ്ഞതയും രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു.